നമസ്കാരം. പതിരും കതിരും. കരടിപ്പനി, ചുവപ്പൻ മഹാമാരി, കൂകിയാർപ്പൻ എന്നിത്യാദി വ്യാധികളെന്ന പോലെ പടിഞ്ഞാറ് നിന്നും കടൽ കടന്നെത്തിയ മഹാവ്യാധിയാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞത് ഹാസ്യസാഹിത്യകാരനായ സഞ്ജയൻ എന്ന എം.ആർ. നായരാണ്. കമ്മ്യൂണിസത്തെ വിപ്ലവപ്ലവം എന്നും ഓക്കാന പ്രസ്ഥാനമെന്നും പരിഹസിക്കാനും സഞ്ജയൻ മടിച്ചില്ല. ബൂർഷ്വാസികൾ കൂലിക്കെടുത്ത പ്രാകൃതനാണ് സഞ്ജയൻ എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ മലബാറിൽ അങ്ങോളം ഇങ്ങോളം സഞ്ജയനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധങ്ങൾക്കൊടുവിൽ സഞ്ജയൻ്റെ കോലം കത്തിച്ചു. ഇതൊക്കെ ചരിത്രമാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളെപ്പറ്റി സഞ്ജയന് വലിയ മതിപ്പില്ലായിരുന്നു എന്നറിയാൻ ഈ വരികൾ ധാരാളമാണ്. ഒരു നേരത്തെ ഊണിന് സത്യാഹിംസകൾ വിൽക്കുവോർ, ഉത്തമാംഗം മനുഷ്യന് വയറെന്ന് ശടിക്കുവോർ, അവർക്ക് ഹിതമല്ലാത്ത തോന്നുന്നവരെ ദുഷിക്കുവോർ, അതോടൊന്നിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സ്തുതിക്കുവോർ, അവർക്ക് തുല്യം അവർ താൻ, രാക്ഷസൻ രാക്ഷസോപമൻ. ഇവരെ ആരോട് ഉപമിക്കുമെന്നറിയാത്ത സഞ്ജയൻ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ രാക്ഷസനോട് ഉപമിച്ചു കളഞ്ഞു. കയ്യിൽ കിട്ടിയാൽ വെച്ചേക്കുമോ അപ്പോഴീ സഞ്ജയനെ? ഈ രാക്ഷസരൂപികളെ ഗന്ധർവന്മാരാക്കിയെടുക്കാൻ PR ഏജൻസിയായ കെയ്സനല്ല, അതിൻ്റെ അപ്പുറത്തവന്മാർ വന്നാലും ബ്രഹ്മാവ് നേരിട്ടിറങ്ങി വന്നാലും നടക്കില്ല സഖാക്കളെ. സ്വയം കുഴിച്ച കുഴിയിൽ ഓരോ ദിവസവും ചെന്ന് ചാടുക, അവിടെ കിടന്നുകൊണ്ട് കരയ്ക്ക് നിന്ന് എത്തി നോക്കുന്നവരെ പുലഭ്യം പറയുക, മേപ്പോട്ട് തുപ്പുക, ഇതൊക്കെയാണ് പിണറായി വിജയൻ്റെയും ശിങ്കിടികളുടെയും ഓരോ ദിവസത്തെയും പരിപാടികൾ. തൽക്കാലം ഈ പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ ഒരു ഉപായം PV അൻവർ ഉപദേശിച്ചിട്ടുണ്ട്. ഈ പാർട്ടി എങ്ങനെയെങ്കിലും ഗുണം പിടിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ള ഏക കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങേര് മാത്രമാണിപ്പോൾ. ഒറ്റമൂലി തീർത്തും സിമ്പിളാണ്. മരുമകനെ മുഖ്യമന്ത്രിയാക്കുക, പിണറായി വിജയൻ ഒഴിഞ്ഞു പോവുക. ദില്ലിയിലെ പുതിയ മുഖ്യമന്ത്രി അതിഷി ചെയ്തത് കെജ്രിവാളിൻ്റെ കസേര ആദരവോടെ ഒഴിച്ചിട്ട് കെജ്രിവാളിനെ സങ്കല്പിച്ച് ഭരിക്കുക എന്നതാണ്. മരുമകൻ മുഖ്യമന്ത്രിയായാൽ കസേര ഒഴിച്ചിടുക മാത്രമല്ല, വിജയപ്രഭുവിൻ്റെ പാതുകങ്ങൾ അതിലെടുത്തു വെച്ച് പാദപൂജ ചെയ്തുകൊണ്ടായിരിക്കും ഭരിക്കുന്നത്. ഫലത്തിൽ അത് പിണറായി ഭരിക്കുന്നതിന് തുല്യമായിരിക്കും. ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന കോൺഗ്രസ്സുകാരുടെ പഴയ മുദ്രാവാക്യം പോലെ മരുമകനെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കുന്നയാൾ അൻവറാണ്. സ്റ്റാലിന് മകനെ ഉപമുഖ്യമന്ത്രിയാക്കാമെങ്കിൽ മരുമക്കത്തായം ഫോളോ ചെയ്യുന്ന പിണറായിക്ക് എന്തുകൊണ്ട് മരുമകനെ മുഖ്യമന്ത്രിയാക്കിക്കൂടാ? മുഖ്യനെ നാട്ടുകാരും മാധ്യമങ്ങളും മുഴുവൻ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും തടയാനും രക്ഷാപ്രവർത്തനം നടത്താനും ഒരാളും ഇല്ലാത്ത അവസ്ഥയാണ്. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിന് തലയ്ക്കടിക്കുകയാണ് വേണ്ടതെന്നും ആ തല ഇപ്പോൾ പിണറായി വിജയനാണെന്നുമാണ് റിയാസ് പറയുന്നത്. ഇന്നലെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ മുതൽ റിയാസ് കരച്ചിലാണ്. ഉച്ചയായാലും നേരം വെളുക്കാത്ത റിയാസ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് അഭിമുഖം നൽകാൻ ഇടനിലക്കാർ വേണ്ട എന്നാണ്. എല്ലാ സത്യവും നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അമ്മായിയപ്പൻ അത് സമ്മതിക്കുകയും ചെയ്തു. പത്രം ക്ഷമാപണവും നടത്തി. എന്നിട്ടും റിയാസ് പിണറായി വിജയൻ്റെ കോളാമ്പി നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കള്ളം പറയുകയാണ്. മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നെങ്കിൽ എന്താ റിയാസേ പാർട്ടി ചാവേറുകൾ ഇറങ്ങി കവചമൊരുക്കാത്തത്? അതും മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും കുഴപ്പമാണോ? മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും പിടഞ്ഞ അമളി പോലും കേരളത്തിലെ മാധ്യമങ്ങളുടെ തലയിലിടാൻ മന്ത്രിമാരടക്കമുള്ള CPM നേതാക്കൾ മത്സരിക്കുകയാണ്. കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്ന വിമർശനമായിരുന്നു മന്ത്രി MP രാജേഷിൻ്റേത്. നുണ പറഞ്ഞ് കൊമ്പനാനയ്ക്ക് വരെ ഗർഭമുണ്ടാക്കുന്ന പാർട്ടിക്കാരാണ് പറയുന്നതെന്ന് ആലോചിക്കണം. എന്നാൽ മുഴുത്ത സഖാക്കൾ പലരും പിണറായി വിജയനെ കൈയൊഴിഞ്ഞ മട്ടാണ്. പാലോളി മുഹമ്മദ് കുട്ടിയും MM മണിയുമൊക്കെയാണ് ഇപ്പോൾ രക്ഷാദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. മണിയാശാൻ ഛീ പൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ചക്രവ്യൂഹം തകർത്ത് അകത്തു കയറാൻ ത്രാണിയുള്ള യുവ പടയാളികളൊന്നും തന്നെ യുദ്ധമുഖത്ത് ഇല്ലാത്ത അവസ്ഥയാണ്. അവർക്കറിയാം അകത്ത് കയറിപ്പോയാൽ പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന്. എൻ്റെ അമ്മായിയപ്പനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്ന ഒരു മരുമകൻ്റെ രോധനം കേൾക്കാൻ ഇവിടെ ആരുമില്ലേ? എവിടെ പോയി പ്രാക്കുളം ചെഗുവേര എന്നറിയപ്പെടുന്ന MA ബേബി? എവിടെ പോയി ദാംസ്കി എന്നറിയപ്പെടുന്ന P രാജീവ്? എവിടെ ഒളിച്ചു സത്യാനന്തര കാലത്തെ മയക്കോവ്സ്കി? അൻവർ ഓട്ടയിട്ട കപ്പലിൽ നിന്നും ചാടിയ ലേഡി ട്രോട്സ്കി വീണ ജോർജ് എവിടെ? പ്രായാധിക്യത്താൽ ഉണക്ക സ്റ്റാലിനായി മാറിയ ഈ പിണറായി വിജയനെ കൊണ്ട്
ഇനി ഒരടി പോലും ഈ കപ്പൽ കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല സുഹൃത്തുക്കളെ. നവകേരള തീരം ഇനിയും ഏറെ അകലെയാണ്.